ഇപ്പോൾ സാധാരണ നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ ഫോണിലും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം ഇതിൽ ഞാൻ എത്ര ആപ്ലിക്കേഷനാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഏതെങ്കിലുമൊക്കെ ഒരു പേജിലോട്ട് എടുത്തിടല്ല. വളരെ കൂളായിട്ടുള്ള ഒരു പേഴ്സണലൈസേഷൻ സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇപ്പം ഏത് പേജിലാണെങ്കിലും ഇവിടുന്ന് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ആപ്പിലോട്ട് പോകാവുന്നതാണ്. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്പ് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചില പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊക്കെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മളോട് ചില പെർമിഷൻസ് ചോദിക്കും, അത് ഗ്രാൻറ്റ് കൊടുക്കുക. ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്നുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് വരുന്നത്. അപ്പം അതിൽ ഈ ഒരു ആപ്പ് നമ്മൾ കണ്ടുപിടിക്കുക. സർക്കിൾ സൈഡ് ബാർ എന്നാണ് ആപ്പിൻ്റെ പേര്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അലോ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്നുള്ളത് ഓൺ ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക് അടിക്കുക. ഇപ്പം ഈ ഒരു ആപ്പ് ഓണായി വന്നിട്ടുണ്ട്. ഇനി ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഗ്രീൻ ആയാൽ ഈ ഒരു ആപ്പ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ സൈഡിൽ നമ്മൾ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു ഫേവറേറ്റ് ആപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ സൈഡിൽ ഒരു ബാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യും വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ താഴെ സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ട്രിഗർ ഓപ്ഷൻസ് എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പം ട്രിഗർ ഏരിയ കാണിക്കണോ എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് ഓഫാക്കി വെക്കുക. എനിക്കത് അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല, കാരണം ഇവിടെ വൈറ്റ് ലൈനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം എവിടെയാണ് സ്വൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ട്രിഗർ ഏരിയ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയമെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. 50% ഉള്ളത് കൂട്ടിയിട്ട് 100% ഒക്കെ ആക്കി വെക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു 50% ആണ് കുറച്ചും കൂടി ബെറ്റർ, ഇവിടെ മുതൽ ഈ ഒരു ഏരിയ വരെ. അതുപോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. ഇതിൻ്റെ ഒരു പ്രോ വെർഷൻ ഉണ്ട്, പക്ഷെ അതിന് 120 രൂപ കൊടുക്കണം. ഫ്രീ ആയിട്ടുള്ള ആപ്പ് ആയതുകൊണ്ട് തന്നെ കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇനി അതിൻ്റെ താഴെ നമുക്ക് കസ്റ്റമൈസ് സൈഡ് ബാർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ ആഡ് ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻസ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. എഡിറ്റ് ലിസ്റ്റ് കൊടുത്തിട്ട് ഏത് ആപ്പാണോ വേണ്ടാത്തത് അത് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുക. അവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പുകൾ ആഡും ചെയ്യാം, റിമൂവും ചെയ്യാം. നമ്മുടെ ഫേവറേറ്റ് ആപ്സ് മാത്രം ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഫോൾഡറൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ആപ്പിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ എപ്പോഴും ഇവിടെ മുകളിൽ വന്ന് കിടക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓഫാക്കിയിട്ടാൽ മതി. നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന പ്രശ്നം ഒഴിവാകുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്, ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ. പക്ഷേ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് വെച്ചാൽ ഇതിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് മോർ സെലക്ട് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഡിസ്പ്ലേ ഓവർ അതർ ആപ്സിൻ്റെ താഴെ അത് ഓഫ് ചെയ്ത് വെക്കുക. അത് ഓഫ് ചെയ്ത് വെച്ചാൽ ആ ഒരു നോട്ടിഫിക്കേഷനും പോകുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നം ഇതിൽ നിന്ന് ഒഴിവാകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ്. പിന്നെ സെറ്റിങ്സിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ, ഹൈഡ്, ടൈമർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്താൽ തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡാറ്റാബേസ് സെറ്റിങ്സ് ഒക്കെ ഇതിലുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്യാം. അതുപോലെ തന്നെ റിസ്റ്റോറൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.